ഹായ്, ഇന്ന് നമുക്ക് മഞ്ജുഷ്ടയുടെ സോപ്പിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അത് ഞാൻ കുറേ ദിവസമായിരുന്നു ഇടണമെന്ന് വിചാരിക്കുന്നത്, നടക്കാറില്ല. അപ്പോഴേക്ക് വേറെ ഓരോ കാര്യങ്ങൾക്ക് തിരിഞ്ഞിട്ട് അങ്ങനെ നേരമില്ല. പിന്നെ നമുക്ക് ബേസിന് ഇതുപോലെ നമ്മൾ ഉരുകാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള കൂട്ട് ശരിയാക്കണം. മഞ്ജുഷ്ടയുടെ പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ, ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കാറ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ മതി. 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർക്കുക. നല്ലോണം സ്മൂത്താണ്. നമ്മൾ ഒലിവ് ഓയിലൊക്കെ ചെറിയ കുട്ടികൾക്ക് തേച്ച് കൊടുക്കില്ലേ, അതുപോലെ നമ്മൾ സോപ്പിലേക്ക് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ബഞ്ചാറസിൻ്റെ റോസ് വാട്ടർ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ബഞ്ചാറസിൻ്റെ റോസ് വാട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് എസൻസ് വേണമെങ്കിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാൻ ലാവൻഡറിൻ്റെ എസൻസാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ബേസിന് ഉരുകിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ട് അതിലേക്ക് ചേർക്കാൻ നേരമായിരുന്നു. ഉരുകിയെന്നല്ല നമ്മളെ ബേസിൻ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ചേർത്തതിന് ശേഷം അതിൽ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഒരുപാട് പൊടി ചേർക്കണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങൾ കാണാൻ ഭയങ്കര കളറായിട്ട്, ഒരുപാടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് കളറാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് ഒരുപാട് ചേർക്കരുത് പൊടി. നമുക്ക് കാണുമ്പോൾ ഇത് ചിലവർ വേഗം തോനെ മഞ്ജുഷ്ടപ്പൊടിയല്ലേ നല്ലതല്ലേ വിചാരിച്ച് ഒരുപാട് ചേർക്കും. പക്ഷെ അത്രയും ചേർക്കരുത്. പിന്നെ അത് നമുക്ക് അത്ര പണിയുള്ളൂ കേട്ടോ. പിന്നെ അത് നേരിട്ടിട്ട് അച്ചിലേക്ക് നമ്മൾ അത് വേറെ ഒന്നും ചേർക്കണ്ട. പിന്നെ ഞാൻ വൈറ്റമിൻ്റെ ഈൻ്റെ ഗുളിക വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിതിൽ ചേർത്തിട്ടില്ല, ഇതിൽ ബേസിലുണ്ട് നമ്മുടെ വൈറ്റമിൻ്റെ ഗുളിക. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബേസിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് എണ്ണമയമുള്ള സോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ നമ്മൾ ഒലിവ് ഓയിലൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ അതിലുണ്ട് കേട്ടോ. പിന്നെ ഈ സോപ്പ് ഞാൻ ആര്യവേപ്പിൻ്റെ സോപ്പാണ് കേട്ടോ. അന്ന് എടുക്കണ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പതല്ലേ, ആ പത നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് വേണമെങ്കിൽ കളയാം. പക്ഷെ ഞാൻ കളയാറില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നല്ല സോപ്പല്ലേ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതല്ലല്ലോ. അപ്പോൾ നമുക്കൊരുവിധം നല്ലത് നമ്മൾ യൂസ് ചെയ്യല്ലേ ചെയ്യണത്. അപ്പോൾ ഞാൻ ആ പതയൊന്നും കളയാറില്ല. വേണമെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതിന് പത നമുക്ക് ഒന്നുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ 4 കട്ടകളായിട്ട് ഇങ്ങനത്തെ കിട്ടിയ ആര്യവേപ്പിലിൻ്റെ. പിന്നെ മഞ്ജുഷ്ട സോപ്പ് ഒറ്റൊന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇനിയുള്ള വീഡിയോയിലേക്ക് നമുക്ക് ഇനി പുതിയത്